നിശബ്ദ പ്രചാരണത്തിൻ്റെ ദിവസവും ആരോപണങ്ങൾ ശബ്ദമാനമായി വയനാടും ചേലക്കരയും. വിധി എഴുതാൻ ജനങ്ങൾ ബൂത്തിലേക്കെത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. നാളെ രാവിലെ 5 മണി മുതൽ വോട്ടെടുപ്പിൻ്റെ ഓരോ അപ്ഡേറ്റും 24-ൽ തത്സമയം നിങ്ങൾക്ക് കാണാം. വയനാട്ടിൽ നിന്ന് ദീപക് തർമ്മണവും ചേലക്കരയിൽ നിന്ന് ശ്രീകാന്തും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ദീപക് തർമ്മണത്തിലേക്ക്. ദീപക് എവിടെ ദീപക്? ഇവിടെ ഉണ്ടല്ലോ ദീപക്. ദീപക് പറയൂ. വെരി ഗുഡ് ഈവനിങ് എസ് കെ. ഗുഡ് ഈവനിങ്. എസ് കെ, ഈ വയനാട് ചൂടും ചൂരും ഏറുന്ന തെരഞ്ഞെടുപ്പായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പാൻ ഇന്ത്യൻ ഇലക്ഷൻ വയനാട്ടിൽ, കേരളത്തിൻ്റെ ഈ മലമടക്കുകളിൽ സംഭവിക്കുന്നു. ഇനി പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി. 14,71,742 വോട്ടർമാരാണ് നാളെ ജനവിധി തീരുമാനിക്കേണ്ടത്. പ്രചാരണം ഒപ്പത്തിനൊപ്പം നിന്നായിരുന്നു 3 മുന്നണികളും നടത്തിയത്. UDFൻ്റെ പൊന്നാപുരം കോട്ടയാണ്. രാഹുൽ ഗാന്ധിയേക്കാൾ വർദ്ധിത ഭൂരിപക്ഷത്തോടെ ആയിരിക്കും സഹോദരി പ്രിയങ്ക ഇന്ന് പോവുക, തെരഞ്ഞെടുപ്പിനെ നേരിട്ട് വിജയിച്ച് ഡൽഹിയിലേക്ക് പോവുക എന്നാണ് UDFൻ്റെ അവകാശവാദം. എന്നാൽ അത്രമേൽ എളുപ്പമാകില്ല കാര്യങ്ങൾ. കാരണം ഈ മണ്ണിനെ കൃത്യമായി അറിയാവുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനെയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാക്കിയത്. സത്യൻ മൊകേരി, കർഷക സംഘം നേതാവ്, കർഷക നേതാവ്, ആ നിരയിൽ പ്രക്ഷോഭകാരി. പക്ഷേ എന്നാൽ മറ്റൊരു പരീക്ഷണമാണ് BJP നടത്തിയത് നവ്യ ഹരിദാസിലൂടെ. ഏതായാലും ഒപ്പത്തിനൊപ്പം നിന്ന പ്രചരണം കഴിഞ്ഞു. 28 ദിവസത്തെ പ്രചരണം കഴിഞ്ഞ് ഇന്ന് നിശബ്ദ പ്രചരണമായിരുന്നു. UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിക്ക് ഇന്ന് പ്രചരണം സന്ദർശനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഉല്ലാസയാത്രയുടെ ദിവസമായിരുന്നു എന്ന് വേണം പറയാൻ. കാരണം ബാണാസുര സാഗറും അതുപോലെ അവിടുത്തെ താജിൻ്റെ സൗന്ദര്യം ആസ്വദിക്കലും ഒരു ഫാമിലെ ആസ്വാദനവും ഒക്കെ ആയിരുന്നു. പക്ഷേ എന്നാൽ BJP സ്ഥാനാർത്ഥിയും LDF സ്ഥാനാർത്ഥിയും ഇന്ന് വ്യക്തിപരമായി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള യാത്രകൾ ഉണ്ടായിരുന്നു, അത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ വയനാട് രാഷ്ട്രീയത്തിൽ, വയനാട് തെരഞ്ഞെടുപ്പിൽ വഖഫ് വരെ ചർച്ചയാകുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. സത്യൻ മൊകേരി ഇന്നും വളരെ ഗുരുതരമായ ആരോപണം മുന്നോട്ട് വെച്ചു. കർണാടകത്തിലെ സർക്കാരിനെ മറയാക്കിക്കൊണ്ട് പണവും മദ്യവും കോൺഗ്രസ് ഇറക്കുകയാണ് എന്നുള്ളത്. അതിന് കോൺഗ്രസ് ഒരു മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ ജനവിധിയിൽ വലിയ അട്ടിമറിയൊന്നും ഉണ്ടാകില്ല. പക്ഷേ ഭൂരിപക്ഷത്തിലെ വർധനവും കുറവും വലിയ രീതിയിൽ ദേശീയ തലത്തിൽ ചർച്ചയാവും. എസ് കെ. ഓക്കെ, താങ്ക് യു. ദീപക് തർമ്മണമാണ് വയനാട്ടിൽ നിന്ന് ചേർന്നത്. റീന സതീശൻ പറയുന്നു എല്ലാ സ്ഥാനാർത്ഥികളും നല്ല ആത്മവിശ്വാസത്തിലാണല്ലോ. അങ്ങനെയല്ലേ വേണ്ടത്? ആരെങ്കിലും ഞാൻ മിക്കവാറും നാളെ തോറ്റുപോകുമെന്ന് പറയൂ. അവർ ആത്മവിശ്വാസത്തോടെ തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടുക. നാളെ പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ സമ്മതിദായകർ തീരുമാനിക്കും അവരുടെ തലയിലെഴുത്ത്. ഇനി നമുക്ക് ചേലക്കരയിലേക്കൊന്ന് പോകണം. ചേലക്കരയിൽ എല്ലാവിധമായ ഒരുക്കങ്ങളും റെഡിയായി കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശ്രീകാന്ത് ചേലക്കരയിൽ നിന്നും തത്സമയം ചേരുകയാണ്. ശ്രീകാന്ത്, ചേലക്കര എങ്ങനെയായിരിക്കുന്നു? നാളെ രാവിലെ 7 മണിക്ക് തന്നെ വോട്ട് ചെയ്യാൻ ആളുകൾ എത്തും, പറയൂ. ഗുഡ് ഈവനിങ് എസ് കെ. ഈ തെരഞ്ഞെടുപ്പ് ചൂടൊന്ന് ശമിപ്പിക്കാനാകണം ഇപ്പോൾ മഴ തുടങ്ങിയിരിക്കുന്നു ചേലക്കരയിൽ. കാരണം ഈ കഴിഞ്ഞ 10-29 ദിവസമായി കടുത്ത പോര് അത് ചേലക്കരയിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. പ്രചാരണ രംഗത്ത് ചൂടേറിയ, വാശിയേറിയ പ്രചാരണം. അത് കൊട്ടിക്കലാശം കഴിഞ്ഞു. ഇന്ന് നിശബ്ദ പ്രചാരണവും അവസാനിച്ചു. നാളെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ് ചേലക്കര. ഇതിൽ ഇന്ന് നിശബ്ദ പ്രചാരണമായിരുന്നെങ്കിലും അത്ര നിശബ്ദമായിരുന്നില്ല ചേലക്കരയിൽ കാര്യങ്ങൾ. പൊട്ടിത്തെറികൾ അങ്ങിങ്ങുണ്ടായി. ചെറുതുരുത്തിയിൽ രാവിലെ 10-20 ലക്ഷം രൂപ പിടിക്കുന്ന കാഴ്ച കാണാൻ സാധിച്ചു. കുഴൽപ്പണമാണെന്ന് പറയുന്നു. ഇനി അതല്ല, രേഖയുണ്ടെന്ന് പറയുന്നു. അത് കോൺഗ്രസിൻ്റെതാണെന്ന് പറയുന്നു. അല്ല, CPM-ൻ്റെതാണെന്ന് ആരോപിക്കുന്നു. അങ്ങനെ വാദപ്രതിവാദങ്ങൾ, ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ കണ്ടു. അതിനിടയിലാണ് PV അൻവർ ചേലക്കരയിൽ തന്നെ തങ്ങിയൊരു വെടിപൊട്ടിച്ചത്. ഇവിടുത്തെ ഹോട്ടലിൽ ഈ കൊട്ടിക്കലാശം കഴിഞ്ഞ് മണ്ഡലത്തിന് പുറത്തുള്ളവർ മടങ്ങിപ്പോകണം എന്നുള്ളതാണ് ചട്ടം. ആ ചട്ടം നിലനിൽക്കെ അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം വിളിച്ചു. ആ വാർത്താ സമ്മേളന വേദിയിലേക്ക് പോലീസും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും കടന്നു വരുന്നു. പിന്നെ അവിടെ ഒരു വാക്കേറ്റം, കയ്യാങ്കളി. അങ്ങനെ അതൊരുവിധം പറഞ്ഞു തീർത്തിട്ട് സ്ഥാനാർത്ഥികളുടെ പ്രചാരണ സ്ഥലത്തേക്ക് പോയി. സ്ഥാനാർത്ഥികൾ വീടുതോറും കയറി വ്യക്തിപരമായ വോട്ട് തേടലായിരുന്നു ഇന്ന് പ്രധാനമായും ഉണ്ടായത്. ആത്മവിശ്വാസം, നേരത്തെ പറഞ്ഞതുപോലെ റീന സതീശൻ അയച്ച ഈ സന്ദേശത്തിൽ പറഞ്ഞതുപോലെ വലിയ ആത്മവിശ്വാസം 3 പേരും പ്രകടിപ്പിക്കുന്നു. അത് തള്ളിക്കളയേണ്ട SK. കാരണം ചേലക്കര മുൻപൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ ഉരുക്ക് കോട്ടയാണ് LDFൻ്റെ. 1/4 നൂറ്റാണ്ടിലധികമായി. പക്ഷേ ആ കോട്ടയൊന്ന് വിറപ്പിച്ചിട്ടുണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പിൽ. അതിൽ LDF ഏതാണ്ട് 516ഓളം വരുന്ന പട്ടികജാതി സങ്കേതങ്ങളിൽ അവർ ഇപ്പോഴും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ആ വോട്ട് എങ്ങോട്ടും പോകില്ല, അത് കണ്ടാരും പനിക്കണ്ട എന്നാണ് LDF പറയുന്നത്. പക്ഷേ തങ്ങളുടെ കുടുംബയോഗങ്ങൾ വഴി ആ വോട്ടുകളിലേക്കും ഞങ്ങൾ കയറിയിട്ടുണ്ട് എന്ന് കോൺഗ്രസും പറയുന്നു. BJP തിരുവില്ലാമലയും പാഞ്ഞാളും തങ്ങളെ കൈവിടില്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നു.
ഇങ്ങ് പോരും, അത് ഉറപ്പിക്കും എന്ന് അവരും പറയുന്നു. എന്തായാലും നിശബ്ദ പ്രചാരണത്തിനൊടുവിൽ നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ പോകുന്നു. പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് സാധന സാമഗ്രികൾ എത്തിക്കഴിഞ്ഞു, ഉദ്യോഗസ്ഥരെത്തിക്കഴിഞ്ഞു, പോലീസ് എത്തിക്കഴിഞ്ഞു. കുൽസിത ശ്രമങ്ങൾ എന്തെങ്കിലും നടത്താൻ തുനിയുന്നുണ്ടെങ്കിൽ ഓർക്കുക, 600-ലധികം പോലീസിനെ ചേലക്കര നിയോജക മണ്ഡലത്തിൽ മാത്രം വിന്യസിച്ചിട്ടുണ്ട്. ശക്തമായ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രാവിലെ 5 മണി മുതൽ ചേലക്കരയിൽ നിന്നും തത്സമയം കാണാം. എല്ലാ പഞ്ചായത്തുകളിലും റിപ്പോർട്ടർമാർ അണിനിരക്കുന്നതാണ്. ശ്രീകാന്ത്, വിപിൻ വെള്ളിയാട്ട് ഒരു സംശയം ചോദിക്കുന്നു. SKN ഈ ശ്രീകാന്ത് എവിടെയാ ചേലക്കരയിൽ നിൽക്കുന്നത്? ഇവിടെ മഴയൊന്നുമില്ല. ശ്രീകാന്ത് നിൽക്കുന്ന സ്ഥലത്ത് മഴയുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ചേലക്കരയിൽ മഴയുണ്ടോ? നമ്മുടെ ചേലക്കര ടൗൺ കേന്ദ്രീകരിച്ചപ്പോൾ അതേ മഴ തുടങ്ങിയിട്ടുണ്ട്. അതാണ് കുടയുമായി ഇറങ്ങി നിൽക്കുന്നത്. ഓക്കെ, കുട കളയണ്ട, കുട കൈവച്ചോളൂ. ഓക്കെ, ശ്രീകാന്താണ് ചേലക്കരയിൽ വിവരങ്ങൾ നൽകിയത്. നാളെ രാവിലെ 5 മണി മുതൽ 24 വോട്ടുത്സവം തത്സമയമാണ്. നാളെ വയനാടും ചേലക്കരയും പോളിംഗ് ബൂത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളുമായി, തത്സമയ വിവരങ്ങളുമായി നമ്മൾ എത്തുകയാണ്. കേരളത്തിലെ ടെലിവിഷൻ ചാനലുകളിൽ കഴിഞ്ഞ കുറച്ചധികം കാലമായി പ്രേക്ഷകർ വിശ്വാസ്യതയോടെ കാണുന്ന തെരഞ്ഞെടുപ്പ് സ്പെഷ്യലിസ്റ്റ് 24 നിങ്ങൾക്കൊപ്പം, നമുക്കൊപ്പം. നമ്മൾ ഒന്നിച്ച് യാത്രയും നാളെ രാവിലെ 5 മണി മുതൽ.